ഹേ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്കിലോട്ടാണെന്നുണ്ടെങ്കിൽ പുതിയ മോഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുതിയ മോഡൽ സ്വിഫ്റ്റ് ഇല്ലേ, അതായത് 2024 സ്വിഫ്റ്റ്, അതായത് 2025-24 സ്വിഫ്റ്റ്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിലൊന്നും അധികം ഇറങ്ങാത്തൊരു ടൈപ്പ് സ്വിഫ്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുകയും ചെയ്യാം, അതിന് ശേഷം നമ്മുടെ ഷോറൂമിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്രാഷ് ടെസ്റ്റും ചെയ്ത് നോക്കാം. സാധാരണ സ്വിഫ്റ്റും കാര്യങ്ങളൊക്കെ മറ്റേ ഇതാണ് ഫുൾ പപ്പടം പോലെ പൊടിയും. പക്ഷേ ഇത് പൊടിയൂലാനൊക്കെ ജപ്പാനീസ് അവിടെ ചെക്ക് ചെയ്തപ്പോൾ ഇതിന് 4 സ്റ്റാർ റേറ്റിങ്ങോ 5 സ്റ്റാർ റേറ്റിങ്ങോ അങ്ങനെ എന്തോ കിട്ടിയെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ ഈ മോഡിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് സ്വിഫ്റ്റിൻ്റെ ഏത് കളറാണ് ഇഷ്ടം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ സ്വിഫ്റ്റ്. പിന്നെ സ്വിഫ്റ്റിൻ്റെ അതായത് ഒരു ലുക്കൊക്കെ ഒരു വേറെ പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ എന്തോ പോലെ ആയിട്ടുണ്ട്. ബാക്ക് അങ്ങനെ ഇത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ പൊന്നി ലംബോർഗിനിയുടെ ബാക്ക് ബമ്പർ വരെ തെറിച്ച് നമ്മുടെ ഒരു ഡോറും ആയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രശ്നമൊന്നും കാണാനില്ല. ഡ്രൈവറൊക്കെ സേഫാണ്. ഇത് പിന്നെ ഇന്ത്യൻ ബൈക്ക് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ കാറാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ബഗ്ഗി പോലെ അയക്കണം. കാരണം 2 സൈഡും ഡോറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഡ്രിഫ്റ്റൊക്കെ എടുക്കാൻ പറ്റിയിട്ട് സുഖമാണ് ഗൈസ്. പിന്നെ നല്ല വ്യൂ ആണ്. എന്തായാലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഓടിച്ചാൽ നല്ല വ്യൂ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കണ്ടത്തിലും എത്തും. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഫുൾ മാസ് കാണിക്കുകയാണ് ഗൈസ്. നമ്മൾ നല്ല ക്രാഷ് ടെസ്റ്റ് നല്ല നടത്തിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അയ്യോ ഗൈസ്, ആ ബുഗാട്ടി മറിയുന്നത് നോക്ക്. നമ്മുടെ സ്വിഫ്റ്റ് സുഖമായിട്ട് അവിടെ നിന്ന്. എന്തായാലും നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്വിഫ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ബാക്ക് ഗ്ലാസ് പൊട്ടിയെന്ന് തോന്നുന്നത്. ബാക്ക് ഗ്ലാസ്സിന് നല്ലൊരു സ്ക്രാച്ചും കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് ഗ്ലാസ്സിന് വലിയതായിട്ട് പ്രശ്നമൊന്നും കാണാനില്ല. പക്ഷെ എൻ്റെ പൊന്നി ഗൈസ്, പിന്നെ ബമ്പറിലും ചില ഭാഗത്തൊരു ചെളുക്ക് ഒരു ഞളുങ്ങലൊക്കെ ഉണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കറിയോ ഇതിൻ്റെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ ഒരു വാനും കൊടുക്കുന്നുണ്ട്, ആ മോഡ്. പക്ഷെ ആ മോഡ് എററായിങ്ങോട്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇനി ആ സംഭവം വർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, അതായത് ആഡ് ചെയ്യാൻ. അപ്പോൾ ശരി ഗൈസ്, ലവ് യു ആൾ, ടാറ്റ ബൈ ബൈ.